Today's topic is logarithmic differentiation, second section. First problem, cos x raised to y is equal to cos y the whole raised to x, find dy by dx. ഇത് logarithmic differentiation ആണ്. കാരണം left side is a function of x raised to a function of y, right side is a function of y raised to a function of x. ഇത് കൂടാതെ ഇത് എക്സും വൈയും മിക്സപ്പ് ആണ്, ഇംപ്ലിസിറ്റും കൂടെയാണ്. നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ്റെ മെത്തേഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്യുന്നു. ലോഗ് ഓഫ് കോസ് എക്സ് ദ ഹോൾ റേസ് ടു വൈ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് കോസ് വൈ ദ ഹോൾ റേസ് ടു എക്സ്. പവർ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ y ഇൻറ്റു ലോഗ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു x into log cos y. ഇതിപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ഡെറിവേറ്റീവ് ഓഫ് ലെഫ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ പ്രോഡക്റ്റ് റൂൾ ആണ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു derivative of the first function is equal to, in the right side, first function into derivative of the second function log cos y plus second function into derivative of the first function. Okay, that is, ഇത് ചെയ്യാം. y ഇൻറ്റു ലോഗ് കോസ് എക്സ് ചെയിൻ റൂളാണ്. ഔട്ടർമോസ്റ്റ് ഫംഗ്ഷൻ ലോഗ്, ദെർഫോർ ലോഗ് എക്സ് 1/x കോസ് എക്സ്. എക്സ് ആയിട്ട് എടുത്ത കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യുക, മൈനസ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് is equal to x into log cos y chain rule 1/cos y into x ആയിട്ട് അസ്യൂം ചെയ്ത cos y യുടെ മൈനസ് സൈൻ വൈ. ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് വൈയുടെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കൂടെ ചേർക്കണം. പ്ലസ് ലോഗ് cos y into derivative of x is 1. ഇത് വലിയൊരു എക്സ്പ്രഷനാണ്. നമുക്ക് ഓരോ ടേമായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഫസ്റ്റ് y ഇൻറ്റു 1/cos x ഇൻറ്റു മൈനസ് സൈൻ എക്സ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈസ് ടാൻ എക്സ്. നെഗറ്റീവ് ആണ് ഈ ടേം, മൈനസ് വൈ ടാൻ എക്സ് പ്ലസ് സെക്കൻഡ് ടേം ലോഗ് കോസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. log cos x into dy by dx equal to right side first term sin y by cos y is tan y, negative ആണ് ഈ term, therefore minus x tan y dy by dx. last term log cos y into 1, therefore log cos y. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേംസ് ലെഫ്റ്റിൽ കൊണ്ടുവരിക, ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേംസ് റൈറ്റിൽ കൊണ്ടുവരിക. ലെഫ്റ്റ് സൈഡിൽ ഒരു ടേംസ് ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ലോഗ് കോസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്. റൈറ്റ് സൈഡിൽ മൈനസ് എക്സ് ടാൻ വൈ ഡി വൈ ബൈ ഡി എക്സ്. ലെഫ്റ്റ് സൈഡിലെത്തുമ്പോൾ പ്ലസ് എക്സ് ടാൻ വൈ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേംസ് ലോഗ് കോസ് വൈ ഓൾറെഡി റൈറ്റ് സൈഡിലാണ്. ഈ മൈനസ് വൈ ടാൻ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് വൈ ടാൻ എക്സ്. നൗ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേംസ് ലെഫ്റ്റ് സൈഡിലാക്കി നമ്മൾ കോമൺ എടുക്കുന്നു. ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കുമ്പോൾ ലോഗ് കോസ് എക്സ് പ്ലസ് ഇത് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ സ്റ്റെപ്പ് തന്നെയാണ്. സീക്വൽ ടു ലോഗ് കോസ് വൈ പ്ലസ് വൈ ടാൻ എക്സ്.
Therefore, dy by dx is equal to log cos y plus y tan x by log cos x plus x tan y. മനസ്സിലായല്ലോ? ശ്രദ്ധിക്കുക, ഈ ഫംഗ്ഷൻ ലോഗരിതമിക് ആൻഡ് ഇംപ്ലിസിറ്റ് ആണ്. അപ്പോൾ ലോഗരിതമിക് മെത്തേഡിൽ സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് സ്റ്റെപ്പ് കഴിയുമ്പോൾ മുതൽ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്സും ചെയ്യേണ്ടി വരും. ഓക്കെ. Second problem, x raised to y plus y raised to x is equal to 1. Find dy by dx. ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. ഇത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യേണ്ട പ്രോബ്ലം ആണ്. കാരണം എ ഫംഗ്ഷൻ ഓഫ് എക്സ് റേസ് ടു വൈ, ഫംഗ്ഷൻ ഓഫ് വൈ റേസ് ടു എക്സ്, അങ്ങനെ വന്നാൽ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. ഇത് എക്സും വൈയും മിക്സപ്പ് ആണ്, ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണ്. അതുപോലെ തന്നെ രണ്ട് ടേംസിൻ്റെ സം വന്നാൽ ഡയറക്റ്റ് ലോഗരിതം അപ്ലൈ ചെയ്യാതെ u പ്ലസ് വി കൊടുക്കണം, അത് മറന്നു പോകരുത്. Therefore, this question becomes u plus v is equal to 1, where u is equal to x raised to y and v is equal to y raised to x. Now, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ du by dx പ്ലസ് dv by dx is equal to ഡെറിവേറ്റീവ് ഓഫ് 1 is 0 എന്ന് വരും. ഇനി നമ്മൾ du by dx dv by dx സെപ്പറേറ്റ് ചെയ്യുന്നു. u is equal to x raised to y, രണ്ട് സൈഡിൽ log അപ്ലൈ ചെയ്യുന്നു. പവർ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ log u is equal to y log x എന്ന് കിട്ടുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 3 വേരിയബിൾസ് ഉണ്ട്, u, y ആൻഡ് എക്സ്. ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതുകൊണ്ട് യുവിൻ്റെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ du by dx എന്നും വൈയുടെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx എന്നും കൊടുക്കണം. എക്സിൻ്റെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് യു 1 by u du by dx, റൈറ്റ് സൈഡിൽ പ്രോഡക്റ്റ് റൂൾ, y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഈസ് 1 by x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y ഈസ് dy by dx. Now du by dx is equal to u ക്രോസ് ചെയ്യുന്നു, u ഇൻറ്റു y by x പ്ലസ് log x dy by dx. Value of u is x raised to y into y by x plus log x into dy by dx. ഇതുപോലെ തന്നെ നമുക്ക് വി എ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. v is equal to y raised to x, log v is log y raised to x, log v is equal to x into log y. ഇവിടെ 3 വേരിയബിൾ ആണ്, v, x, y. v യെയും y യെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dv by dx, dy by dx യഥാക്രമം കൊടുക്കാൻ മറക്കരുത്. ഡെറിവേറ്റീവ് ഓഫ് log v ഈസ് 1 by v dv by dx is equal to right side product rule, first function x into derivative of log y 1 by y dy by dx plus second function log y into derivative of x is 1. Now dv by dx is equal to v into x by y dy by dx plus log y, and the value of v is y raised to x. Therefore y raised to x into x by y dy by dx plus log y. ഇനി നമ്മളിത് du by dx plus dv by dx is equal to 0 എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കാൻ പോവാണ്. du by dx plus dv by dx is equal to 0. Therefore, du by dx is x raised to y into y plus x plus log x into dy by dx plus dv by dx is y raised to x into x by y dy by dx plus log y is equal to 0.
നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. എക്സ് റൈസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് എക്സ് റൈസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് y raised to x into x by y dy by dx plus log y is equal to 0. കുറച്ച് സിംപ്ലിഫൈ ചെയ്യാം. x raised to y by x raised to y minus 1 എന്ന് വരും. അറിയാമെങ്കിൽ മാത്രം സിംപ്ലിഫൈ ചെയ്താൽ മതി. പ്ലസ് x raised to y into log x dy by dx plus y raised to x by y, a raised to m by a raised to n, a raised to m minus n, y raised to x minus 1. വീണ്ടും പറയുകയാണ്, ആ സിംപ്ലിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പ്ലസ് y raised to x into log y is equal to 0. dy by dx ഉള്ള ടേംസ് ലെഫ്റ്റിൽ നിർത്തുന്നു. dy by dx ഇല്ലാത്ത ടേംസ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം dy by dx കോമൺ എടുക്കുന്നു. Therefore, x raised to y log x dy by dx, y raised to x minus 1 x dy by dx, ഈ dy by dx ഉള്ള രണ്ട് ടേംസ് ലെഫ്റ്റ് നിർത്തുന്നു. ഈക്വൽ ടു dy by dx ഇല്ലാത്ത രണ്ട് ടേംസ് y raised to x log y, x raised to y minus 1 into y, ഇത് രണ്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. dy by dx കോമൺ എടുക്കുമ്പോൾ x raised to y log x പ്ലസ് y raised to x minus 1 into x എന്ന് വരും. റൈറ്റ് സൈഡിൽ മൈനസ് കോമൺ എടുക്കുന്നു. y raised to x log y പ്ലസ് x raised to y minus 1 into y. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് പോലെ തന്നെ. Therefore dy by dx is equal to minus of y raised to x log y plus x raised to y minus 1 y by x raised to y log x plus y raised to x minus 1 into x. Third problem, x raised to y is equal to e raised to x minus y. Find dy by dx as a function of x alone. X raised to y is equal to e raised to x minus y. Log x raised to y is equal to log e raised to x minus y. പവർ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ y into log x is equal to x minus y into log e എന്ന് വരും. And the value of log e is 1. Therefore, y into log x is equal to x minus y into 1. Log e is 1. Therefore, y log x is equal to x minus y. ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഫൈൻഡ് dy by dx ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ ആയി ലഭിക്കണമെങ്കിൽ ഇതിനെ നമ്മളൊരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷനാക്കി മാറ്റണം. അതായത് y ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്ത ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രമേ dy by dx ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ ആയി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ y ഉള്ള ടേംസ് ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുന്നു. y log x പ്ലസ് y ഈസ് ഈക്വൽ ടു എക്സ്. ഈ മൈനസ് y ലെഫ്റ്റ് സൈഡിൽ വന്നപ്പോൾ പ്ലസ് y ആയി. y കോമൺ എടുക്കുന്നു. y ഇൻറ്റു log x പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ്. Therefore, y ഈസ് ഈക്വൽ ടു x by log x plus 1. ഇപ്പോൾ y ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എലോണായി നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എലോണായി ലഭിക്കും. y ഈസ് ഈക്വൽ ടു എക്സ് ബൈ ലോഗ് എക്സ് പ്ലസ് 1. ഇതൊരു കോഷ്യൻ്റ് ആണ്. കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിനോമിനേറ്റർ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ by denominator square v u dash minus
u v dash by v the whole square. This is equal to log x plus 1 into derivative of x is 1 minus x into derivative of log x plus 1. Log x inde 1 by x, 1 inde 0 by log x plus 1 the whole square. X cancel ആവും. Therefore log x plus 1 minus 1 by log x plus 1 the whole square. 1 cancel ആവും. Therefore the answer is log x by log x plus 1 the whole square. അപ്പോൾ dy by dx as a function of x alone ആയി ലഭിക്കണമെങ്കിൽ ഫംഗ്ഷൻ ഇംപ്ലിസിറ്റായി ലഭിക്കുന്ന ഈ സ്റ്റെപ്പിൽ നമ്മൾ y സോൾവ് ചെയ്തെടുത്ത് അതിനെ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആക്കണം. അതിനുശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രമേ y ആസ് എ ഫംഗ്ഷൻ dy by dx ആസ് എ ഫംഗ്ഷൻ ഓഫ് x alone ആയി ലഭിക്കുകയുള്ളൂ. ലാസ്റ്റ് പ്രോബ്ലം y is equal to root of x minus 3 the whole square into x square plus 4 by 3x square plus 4x plus 5. Find dy by dx. ഇവിടെ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം റൂട്ടിനെ ഔട്ടർ മോസ്റ്റ് ഫംഗ്ഷനാക്കി എടുത്ത് ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുന്ന ഈ പോർഷൻ എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ഒരു ലെങ്തി എക്സ്പ്രഷനാണ്. പ്രോഡക്റ്റ് ഓഫ് 2 ടേംസ് വരുന്നുണ്ട്, കോഷ്യൻ്റ് വരുന്നുണ്ട്. അങ്ങനെ പ്രോഡക്റ്റ് ഓഫ് 3 or more terms, quotient in which numerator and denominator are big expressions, chain rule, x ആയിട്ട് അസ്യൂം ചെയ്യുന്ന ടോപ്പിക് ടേം വലിയൊരു എക്സ്പ്രഷനായിട്ട് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ പ്രോബ്ലം ഈസി ആക്കാൻ വേണ്ടി ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഒന്നുകൂടെ പറയാം. പ്രോഡക്റ്റ് റൂൾ 3 അതിൽ കൂടുതലോ ടേംസ് വരുമ്പോൾ, കോഷ്യൻ റൂൾ ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ ഒന്നിൽ കൂടുതൽ ടേംസിൻ്റെ പ്രോഡക്റ്റായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ചെയിൻ റൂളിൽ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുന്ന എക്സ്പ്രഷൻ വലിയൊരു ലെങ്തി എക്സ്പ്രഷനായിട്ട് വരുമ്പോൾ പ്രോബ്ലം ഈസി ആക്കാൻ വേണ്ടി നമുക്ക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യാം. ആ സമയത്ത് ലോഗരിതത്തിൻ്റെ ചില റൂളുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് റൂൾ log a raised to b is equal to b into log a. ഇത് പല പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചതാണ്. ലോഗരിതം ഓഫ് എ ബി is equal to log a plus log b. ലോഗരിതം ഓഫ് a by b is equal to log a minus log b. സാധാരണ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എക്സ്പ്രഷനിൽ ദ ഹോൾ റേസ് ടു ഒരു പവർ വരുവാണെങ്കിൽ ഈ റൂളിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, സെക്കൻഡ് പ്രയോറിറ്റി കോഷ്യൻ റൂളിന് കൊടുക്കുക, തേർഡ് പ്രയോറിറ്റി പ്രൊഡക്റ്റ് റൂളിന് കൊടുക്കുക, ലാസ്റ്റ് പ്രയോറിറ്റി സിംഗിൾ പവറിന് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഇത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലോഗരിതത്തിനെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. ലിസൺ, നമ്മുടെ ക്വസ്റ്റ്യൻ ഈസ് y is equal to root of x minus 3 the whole square into x square plus 4 by 3x square plus 4x plus 5. Root means the whole raised to 1 by 2. Therefore, we can write y is equal to x minus 3 the whole square into x square plus 4 by 3x square plus 4x plus 5 the whole raised to 1 by 2. ഇതൊരു ലെങ്തി എക്സ്പ്രഷൻ ആയതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. രണ്ട് സൈഡിൽ ലോഗ് കൊടുക്കുക. അപ്പോൾ log of y is equal to log x minus 3 the whole square into x square plus 4 by 3x square plus 4x plus 5 the whole raised to 1 by 2 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആദ്യം ദ ഹോൾ റേസ് ടു പവർ ഉണ്ടെങ്കിൽ പവർ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഹോൾ റേസ് ടു 1 by 2 ആണ്. അപ്പോൾ log a റേസ് ടു b is equal to b log a എന്നുള്ള പവർ റൂളാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. ഹാഫ് log into x minus 3 the whole square into x square plus 4 by 3x square plus 4x plus 5.
സെക്കൻഡ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് കോഷ്യൻറ്റിനാണ്. ലോഗ് എ ബൈ ബി ഈസ് ലോഗ് എ മൈനസ് ലോഗ് ബി. ദോർ ഹാഫ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 മൈനസ് ലോഗ് 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ലോഗ് എ, ഇതാണ് എ ന്യൂമറേറ്റർ, മൈനസ് ലോഗ് ബി, ഡിനോമിനേറ്റർ ഈസ് ബി. ഇനി ഈ പ്രോഡക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ലോഗ് എ ബി ഈസ് ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 4 മൈനസ് ലോഗ് 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5. ഇവിടെ ചെയ്ത സ്റ്റെപ്പ് ഇതാണ്. ലോഗ് എ ബി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. ഇനിയും ഈ ഇൻഡിവിജ്വൽ പവറിന്, ഈ സിംഗിൾ എക്സ്പ്രഷൻ്റെ പവറിന് റൂൾ അപ്ലൈ ചെയ്യുന്നു. ഹാഫ് ഇൻറ്റു 2 ലോഗ് എക്സ് മൈനസ് 3 പ്ലസ് ബാക്കി അതുപോലെ തന്നെ വരും. y is equal to half into 2 log x minus 3 plus log x square plus 4 minus log 3x square plus 4x plus 5. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലോഗ് y ആണ്, ഇവിടെ ലോഗ് y ആണ്. 1/y dy by dx is equal to half into derivative of 2 log x minus 3. 2 is a constant. Log x minus 3 യുടെ 1/x minus 3 into x ആയിട്ട് അസ്യൂം ചെയ്ത x minus 3 യുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 4. എക്സ് സ്ക്വയർ പ്ലസ് 4നെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്താൽ 1/x സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് ആയിട്ട് അസ്യൂം ചെയ്ത എക്സ് സ്ക്വയർ പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിൻ്റെ 2x 4ൻ്റെ 0 മൈനസ് 1/3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5. 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5നെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തപ്പോൾ ലോഗ് എക്സിൻ്റെ 1/x ഇൻറ്റു എക്സ് ആയിട്ട് അസ്യൂം ചെയ്ത 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5. 3x സ്ക്വയറിൻ്റെ 6x പ്ലസ് 4. Now dy by dx is equal to ഈ y ക്രോസ് ചെയ്യുക, ഈ y ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, y/2 ഇൻറ്റു 2/x മൈനസ് 3 പ്ലസ് 2x by x സ്ക്വയർ പ്ലസ് 4 മൈനസ് 6x പ്ലസ് 4 by 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5. ഓക്കെ, ഇങ്ങനെ പ്രോഡക്റ്റ് റൂളോ കോഷ്യൻ റൂളോ ചെയിൻ റൂളോ വളരെ വലിയ ഒരു എക്സ്പ്രഷൻ്റെ അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യാറുണ്ട്.